അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാവുന്ന കുറച്ച് ബോർഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡിവൈഡേഴ്സിൻ്റെ ഡിസൈൻസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒന്നുമില്ലേ നിങ്ങൾക്ക് ജേണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ചൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഇവിടെ 20 ഡിസൈൻസാണ് കാണിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. എനിക്കറിയാം ഇത് കുറേയൊക്കെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ്, ഞാനും സ്കൂളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്, ഒന്നിവിടെ കാണിക്കുന്നതെന്നുള്ളൂ. ഹൈലൈറ്റേഴ്സും ബ്ലാക്കിങ്ങും അതുപോലെ ബ്രഷ് പെന്നുമാണ് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്ത ഡിസൈന് ഹൈലൈറ്റർ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെയിട്ട് ഹാർട്ടും ഡോട്ടുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഹാർട്ടല്ല, എഡ്ജസ് അത്ര ഷാർപ്പ് അല്ലാത്ത ഹാർട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഹൈലൈറ്റർ വെച്ച് തന്നെ ഒരു കേവ് പോലെ വരച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് സ്റ്റാറും ഡോട്ടുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറേയൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടതും കുറേയൊക്കെ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്ത് ചെയ്തിട്ടുള്ളതുമാണ്. ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ലാസ്റ്റ് അങ്ങോട്ട് എത്തിയപ്പോഴാണ് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത്. ഒരു ഡിസൈൻ നമ്മൾ ഗ്രീൻ ലൈൻ വരച്ചിട്ടുള്ളത് ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടാണ്. എനിക്ക് അതിൻ്റെ മേലെ കൂടെ ഒരു ലീഫ് പോലെ വരച്ചു കൊടുത്തിട്ടുള്ളതാണ്. ജേണൽ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡിസൈൻസിൽ ഒന്നാണ് ഇത്. ഭയങ്കര സിമ്പിളാണ്, ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചല്ല ഗിഫ്റ്റ് കിട്ടിയ പേസ്റ്റൽ കളർ ബ്രഷാണ്. എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. നമ്മളൊരു വീഡിയോ 1 മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. ചെയ്തതിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയൊരു ഡിസൈനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ലൗഡാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വന്നത് വേറെ എന്തൊക്കെയാണ്. അടുത്ത ഡിസൈനും ഭയങ്കര സിമ്പിൾ തന്നെയാണ്. ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഫ്ലവറും ലൈനുമാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഗിവ് അവേനെ പറ്റി 10K ഗിവ് അവേ നമ്മളത് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ളതായിരുന്നു. എന്നാലും ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 7K ആവാറായിട്ടുണ്ട്. ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ കമൻറ്റ്സ് വാരിക്കോരി തരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മളങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവർക്കും കൂടെ അല്ല, അതായത് ടോപ്പ് കമൻറ്റേഴ്സിനും കൂടെ ഉള്ള ഗിഫ്റ്റ് ഗിവ് അവേൻ്റെ കൂടെ നമ്മൾ അനൗൺസ് ചെയ്യും. അതായത് ഗിവ് അവേ വിന്നേഴ്സ് 2 ആൾക്കാരും നമ്മൾ ടോപ്പ് കമൻറ്റേഴ്സ്, അത് സർപ്രൈസായി നിന്നോട്ടെ, അപ്പോൾ പറഞ്ഞുതരാം എത്ര ആളാണ്. അവർക്കുമായിട്ടുള്ള ഗിഫ്റ്റായിരിക്കും നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നത്. കമൻറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും എനിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കം തൊട്ടേ എൻ്റെ കൂടെ കൂടി എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവർക്കും ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ അത് ഇമ്പോസിബിളാണ്. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മളിതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. അതായത് നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നും തന്നില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഗിവ് അവേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 1K ആയപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് നടന്നത്. എന്നാലും ഗിഫ്റ്റ് തീരെ മോശമാക്കൂല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. ടോപ്പ് കമൻറ്റേഴ്സിനെ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഗിവ് അവേ വിന്നേഴ്സായിട്ട് 2 ആൾക്കാരെ കൂടെ സെലക്ട് ചെയ്യാനുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഷോർട്സ് തന്നെ ആയിരിക്കും അറിയിക്കുക. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗിവ് അവേ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങളെ കയ്യിൽ ഇത് എത്തിക്കാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ നല്ല പ്ലാനിങ്ങിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും തരിക കേട്ടോ. ഗിവ് അവേയുടെ അപ്ഡേറ്റ്സ് ഞാൻ ഷോർട്സ് തന്നെ ആയിരിക്കും അറിയിക്കുക. കാരണം ലോങ് വീഡിയോ ആരും അങ്ങനെ ഇരുന്ന് കാണില്ല എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഷോർട്സിൽ അറിയിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് 12ാമത്തെ ഡിസൈൻ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളാണ്, ഇതിനൊന്നും പ്രത്യേകം പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഗിവ് അവേനെ പറ്റി സംസാരിച്ചത്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രഷ് പെനാണ്, ക്യാമലിൻ്റെ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 5 വർഷമായി. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ഡിസൈൻസ് കാണാൻ ഞാൻ നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കില്ല. കാരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെയും മാറ്റി വരയ്ക്കാനുള്ള ക്ഷമയും ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ വെച്ച് ഒതുക്കിയതാണ്. ഓർഡറിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി കിട്ടുമായിരുന്നു. ഞാൻ കുറച്ച് കെയർലെസ് ആയിപ്പോയി. ഗിവ് അവേ ആയിരുന്നു തലയിൽ മൊത്തം. അതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ടാണ് ആ ഒരു ഭംഗിക്കുറവ്. ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ല നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആവും, അല്ലെങ്കിൽ 500 ആവും, 1K ആവും, 2K ആവും, 5K ആവും, 6K ആവും. ഇതൊന്നും ഞാൻ തീരെ വിചാരിച്ചിട്ടേ ഇല്ല. റാൻഡായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളൊരു ചാനലായിരുന്നു നമ്മളിത്. അതിൻ്റെ പിന്നിൽ കുറേ വലിയൊരു കഥ ഉണ്ട്. ഒരു ബുക്ക് തന്നെ എഴുതാനുള്ള കഥ ഉണ്ട്. ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പോലെയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇത്ര ലോങ് ആയിട്ട് നമ്മൾ സംസാരിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊന്നും പറയാൻ പറ്റാതെ പോയത്. ഷോർട്സിൽ 30 സെക്കൻഡ് 1 മിനിറ്റൊക്കെ എന്തൊക്കെ സംസാരിക്കാൻ, അതൊക്കെ ഇപ്പം ഞാനൊന്ന് സെറ്റായി വന്നിട്ടേ ഉള്ളൂ. ഇത് ഈ ഒരു ഡിസൈനിൽ ഇതായിരുന്നു എൻ്റെ മെയിൻ ഡിസൈൻ. എന്തുണ്ടെങ്കിലും ഞാൻ ഇത് വരച്ച് വെക്കുമായിരുന്നു. എന്തിനാണോ എന്തോ ഗ ഗ ഗ.
അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈൻസൊക്കെ കഴിയാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കറിയാം ഞാൻ ഇത് ഉദ്ദേശിച്ച് അത്ര അങ്ങ് സെറ്റായില്ല, എന്നാലും കുറേയൊക്കെ നല്ല ഡിസൈൻസ് അല്ലേ. ഇത് ലാസ്റ്റത്തെ ഡിസൈൻ ഇതെന്തിനാണ് വരച്ചതെന്ന് എനിക്കിപ്പോൾ അറിയില്ല. വേണ്ടായിരുന്നു തോന്നിപ്പോയ നിമിഷങ്ങളാണ് നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.